വസ്ത്രം മാറുന്നത് പോലെ ആണുങ്ങളെ മാറുന്നു. പ്രണയം ഒന്നല്ല, ഒരുപാടെണ്ണം. എന്താ ശരിക്കും സംഭവിച്ചത്? എന്റെ കുട്ടി എന്റെ കയ്യിലിരിക്കുമ്പോ എന്നെ തല്ലി, എന്നെ അത്രക്കും മടിച്ചിട്ടുണ്ട്. എന്റെ കുട്ടി എന്റെ കയ്യിൽ നിന്ന് അലറുന്നു. ഈ സഫയും ലല്ലുവും തമ്മിലുള്ള ബന്ധം പൊക്കിയതിന് ശേഷമല്ലേ നിങ്ങൾക്കിടെ പ്രശ്നം ഉണ്ടായത്? തെളിവുകൾ കാണിച്ചാലോ? കാണിച്ചോ, ഒരു കുഴപ്പമില്ല. സഫയുടെ ഫ്ലാറ്റില് ലല്ലു നിൽക്കുന്നു. ലല്ലു ആണ്. ആണ്. ഊബർ ഡ്രൈവറുമായിട്ട് സഫയ്ക്ക് എന്താ ബന്ധം? ഒരു ബന്ധമില്ല, എന്റെ ഡ്രൈവർ അത്രേ ഉള്ളൂ. സഫയ്ക്ക് ഇപ്പൊ ഊബർ ഉണ്ട്. ആ ഉണ്ട്. അങ്ങനെ ഫസ്മീന പറയുന്നു, എടി നീ ലല്ലുവിന് ഒരു മെസ്സേജ് അയക്കണം, എനിക്കൊരു ഡൗട്ട് അവനിലുണ്ട്, ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അല്ല, ഒരു ഹണി ട്രാപ്പ് തന്നെ ഒറ്റവാക്കി പറയാം. ചത്തൂടേടി, നിനക്ക് കേസ് കൊടുക്കണ്ട് ഞാൻ. അവന്റെ വീട്ടിൽ ഉപ്പാനും ഉമ്മാനെ അറിയിക്കണ്ട്. അവൻ നിന്നെ ഒഴിവാക്കും. ഇത്രയും എന്നോട് ദ്രോഹം ചെയ്ത ആൾക്ക് നീ അവന്റെ ഫ്രണ്ടിന് വണ്ടി റെന്റിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം? ഞാൻ എന്നെ പൊട്ടിയോ? മോനെ 23 വയസ്സിൽ ഇത്രയൊക്കെ അനുഭവിക്കാന് നീ എന്തുവാടി ജീവിച്ച തെറ്റ്? എനിക്കറിയത്തില്ല. അത്രയും വേദന അനുഭവിച്ചിട്ടും അത്രയും അടി ഉണ്ടായിട്ടും അവനെപ്പറ്റി നീ ഒരു കുറ്റം പോലും പറയുന്നില്ല കേട്ടോ. മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോ വെച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ. കുഴപ്പമില്ല, ഓക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്, ഫൺ വിത്ത് സ്റ്റാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. വസ്ത്രം മാറുന്നത് പോലെ ആണുങ്ങളെ മാറുന്നു. പ്രണയം ഒന്നല്ല, ഒരുപാടെണ്ണം എന്ന് കമന്റ് ബോക്സുകളിൽ കമന്റുകൾ ഉയരുമ്പോഴും എൻ്റെ രോമത്തിൽ പോലും തൊടില്ല. ഞാൻ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ആരാന്ന്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കും. എല്ലാം തുറന്നു പറയുവാനായി സഫ എന്നോടൊപ്പം. നമസ്കാരം സഫ, ലല്ലു, മെഹനാസ്, ഫസി, എന്താ ശരിക്കും സംഭവിച്ചത്? ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളികളാണോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തീവ്രതയാണോ, എല്ലാവരും നശിപ്പിക്കാനുള്ള പ്രേരണയാണോ? എനിക്കാരോടും പേഴ്സണലി വൈരാഗ്യമൊന്നുമില്ല. ഞാൻ ആരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ കുറ്റം പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്, കണ്ടന്റുകളുണ്ട്. അതെ. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വീഡിയോ ചെയ്യുന്നതോ? ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി ചെയ്യാറില്ലല്ലോ. ഞാൻ ഇപ്പൊ എന്റെ കുട്ടിയായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നു, ഞാൻ എന്റേതായ കോണ്ടന്റുകൾ ചെയ്യുന്നു. പക്ഷെ നിരന്തരമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും. ഇല്ല, എനിക്ക് ഇപ്പൊ അതിനോട് താല്പര്യമില്ല. കാരണം ഇപ്പൊ ആരുടെ ഭാഗത്താ തെറ്റുള്ളതെന്ന് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ പറഞ്ഞവര് റിഗ്രറ്റ് ചെയ്തിട്ട് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ മെഹനാസിന്റെ വൈഫാണല്ലോ സഫ. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു, ഒന്നിച്ച് ജീവിക്കുന്നു, അതിലൊരു കുട്ടി ജനിക്കുന്നു. കുട്ടി ഇന്ന് സഫ നോക്കുന്നു. ഈ മെഹനാസുമായിട്ട് പരിചയപ്പെടുന്നതും നിങ്ങൾ വേർപിരിയാനുള്ള കാരണം എന്തുവാ? പരിചയപ്പെടുന്നത് ആലുവ വെച്ചാണ്, ഒരു കഫേലല്ല. മാനു ഷൂട്ടിന് വന്നപ്പം എന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മള് എന്റെ ഞാൻ വർക്ക് ചെയ്ത ഷോപ്പിൽ വെച്ചാണോ എന്തോ ജ്യൂസ് ഷോപ്പിൽ അങ്ങനെ എവിടെയോ വെച്ചിട്ടാണ് മിണ്ടുന്നത്. അതിനുശേഷം മിണ്ടി പിന്നെയാണ് മനസ്സിലാവുന്നത് ഇന്ന ആളുടെ ഹസ്ബൻഡ് ആയിരുന്നു എന്നൊക്കെ മനസ്സിലാവുന്നത്. അതുവരെ അറിയത്തില്ലായിരുന്നു? ഇല്ല. അതെങ്ങനെ സമ്മതിക്കാൻ പറ്റും? ഞാൻ വ്ളോഗ്സ് ഒന്നും അങ്ങനെ കാണുന്ന ആളല്ല മുന്നേ. ഞാൻ ഇപ്പോഴാണ് പിന്നെ യൂട്യൂബിലൊക്കെ ഇരുന്ന് വ്ളോഗ്. എന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാളെ പ്രണയിക്കുമ്പം ഇഷ്ടം തോന്നും, സത്യം, പ്രണയിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആളെ പറ്റി ഒന്നും പഠിക്കത്തില്ലേ? ആളുടെ ഒരു സ്റ്റോറി ഇതാണ്. നമുക്കിപ്പോ ഇപ്പൊ എന്നെ മീഡിയ കാണുന്ന പോലെയല്ല ഞാൻ. ഇപ്പൊ എന്നെ പരിചയപ്പെട്ടാലാണ് ഞാൻ എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് എന്നെ കാണുമ്പോൾ അവള് ഭയങ്കര ചാട, അവള് ഭയങ്കര സാധനം എന്നൊക്കെ തോന്നും. പക്ഷെ എന്നെ പരിചയപ്പെടുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെയാണ് ഞാൻ മേനുവിനെ പരിചയപ്പെട്ടപ്പോൾ. നമ്മൾ മീഡിയയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് ഞാൻ പരിചയപ്പെടുമ്പോൾ. പക്ഷെ മാരേജ് ലൈഫിന് ശേഷം വേറൊരാളാണ് ക്യാരക്ടർ മാറിയത്. ഈ കല്യാണത്തിന് മുമ്പ് പ്രണയിക്കുന്ന സമയത്തുള്ള മെഹനാസും കല്യാണത്തിന് ശേഷമുള്ള മെഹനാസുള്ള വ്യത്യാസം എന്തുവായിരുന്നു? കല്യാണം കഴിക്കുന്നതിന് മുന്നേ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതിന് ശേഷം പുള്ളി ക്യാരക്ടർ മാറി. എന്തൊക്കെ മാറി? മീൻസ് തല്ലുക, അതൊക്കെയാണ് മെയിൻ. പിന്നെ എനിക്കിഷ്ടമില്ലാത്ത സാധനങ്ങൾ യൂസ് ചെയ്യുക. എന്തൊക്കെ? ആൽക്കഹോളിക് ആയിട്ടുള്ള ഐറ്റംസും. അപ്പൊ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഓക്കെ, ആൾ അഡിക്റ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്ന് പറയാം, എനിക്കിത് ഇഷ്ടമല്ല പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഇത് യൂസ് ചെയ്തതിന്റെ പ്രശ്നത്തിൽ ഞാൻ എന്റെ വീട്ടിൽ വരെ പോയി നിന്നിട്ടുള്ളതാണ്. എന്നിട്ട് കാല് പിടിച്ച് ഞാൻ ഇതൊന്നും യൂസ് ആക്കൂല എന്ന് പറഞ്ഞിട്ട് എന്നെ പിന്നെ തിരിച്ചു വിളിച്ചതാ. എന്നിട്ട് പിന്നെ ഇത് യൂസ് ആക്കി. ഞാൻ പിന്നെ കുട്ടി ജനിച്ചതിന് ശേഷം ഞാൻ പലതും കണ്ടിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. മീൻസ് എന്തെങ്കിലും ചെയ്തോട്ടെ,
എനിക്ക് കുട്ടിയായിട്ട് തർക്കിക്കാനോ തല്ലുടിക്കാനുള്ള സമയമില്ല. എൻ്റെ ഒരു കുഞ്ഞിന്റെ അച്ഛനാണ്. അതെ, അതുകൊണ്ട് കൊച്ചിന്റെ കാര്യങ്ങൾ എന്നെ നോക്കി നടത്താൻ എനിക്ക് സമയമില്ല. അതിന്റെ ഇടയിൽ കൂടെ തല്ലുടിച്ചിട്ട് വയ്യ. അതുകൊണ്ട് ഞാൻ ഒന്നിനും നിൽക്കാത്തത്. ഈ ഉപദ്രവിക്കുമെന്ന് പറയുമ്പോൾ ഒരു സൈക്കോയാണോ? സൈക്കോ ക്യാരക്ടറാണ്. പെട്ടെന്ന് മാറുക, പെട്ടെന്ന് ദേഷ്യം വരിക, ദേഷ്യത്തിൽ നിന്ന് പെട്ടെന്ന് ചിരിക്കുക, പെട്ടെന്ന് കരയുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ പൂർണ്ണമായിട്ട് എനിക്ക് ഈ ബന്ധം വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ കാരണം എന്തുവാ? ഞാൻ വിചാരിച്ചത് ഡെലിവറിക്ക് ശേഷമെങ്കിലും എന്നെ ഒന്നും ഉപദ്രവിക്കൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു കുഞ്ഞായല്ലോ. പക്ഷെ കുട്ടി ഉണ്ടായതിനു ശേഷം വേണ്ടാത്ത സാധനങ്ങൾ യൂസ് ചെയ്യുന്നു, അതൊന്നും ഞാൻ മൈൻഡ് ആക്കാറില്ല. പക്ഷെ എൻ്റെ കുട്ടി എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എന്നെ തല്ലി, എന്നെ അത്രക്കും അടിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് അലറുന്നു. ഒരു വാപ്പയാണെങ്കിൽ സ്വന്തം മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് അലറുമ്പോൾ ഒന്നുകിൽ ആ തല്ല് നിർത്തും. പക്ഷെ മേനു ആ അലർച്ച കേട്ടിട്ടും എന്നെ തല്ലിക്കൊണ്ടിരുന്നത്. അത് അപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടിക്ക് അത്രക്കും ട്രോമയിലേക്കായിരിക്കാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ മേനുവിനെ ഇട്ടിട്ട് പോകുന്നു. കാരണം അത്രക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ മേനുവിനെ വേണ്ടാന്ന് വെച്ചിട്ടില്ല. അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടില്ല. കാരണം എനിക്ക് മേനു ഇല്ലാണ്ട് പറ്റൂല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എത്ര കാല് പിടിച്ച് ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ കുട്ടി ഉണ്ടായതിനു ശേഷം കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്തപ്പം ഫ്യൂച്ചറിൽ ഇനി എന്താവും എന്നുള്ളൊരു ചിന്ത. വാപ്പ ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു ട്രോമയിലേക്ക് എൻ്റെ കുട്ടീനെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ സഫ ആളുകൾ പറയുന്നത്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, വസ്ത്രം മാറുന്നത് പോലെ ആണുങ്ങളെ സഫ മാറുന്നു എന്ന് കമന്റ് ആളുകൾ ഇടുമ്പം തന്നെ സഫ പറയുകയുണ്ടായി, എന്നെ അടുത്തറിഞ്ഞാൽ ഞാൻ എന്താന്ന് അറിയത്തുള്ളൂ. പക്ഷെ അവിടെ ആളുകൾക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത്, ഈ സഫയും ലല്ലുവും തമ്മിലുള്ള ബന്ധം പൊക്കിയതിന് ശേഷമല്ലേ നിങ്ങൾക്കിടെ പ്രശ്നം ഉണ്ടായത്? അല്ല, ഒരു മാസം മുന്നേ നമ്മൾ തമ്മിൽ ഇഷ്യൂ ഉണ്ട്. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ തർക്കിക്കുന്നതൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാത്ത വ്യക്തിയാണ്. നമ്മൾ എന്ത് തല്ലുകൊടുത്തോണ്ടെങ്കിലും ഞാൻ ഇടത്തില്ല. ഞങ്ങൾ ഒതുങ്ങിയാൽ മതി. അങ്ങനെ ഒതുങ്ങിയാൽ മതി. എനിക്ക് അപ്പൊ ആ സമയത്ത് തല്ലുപിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇതെങ്ങനെ ആൾക്കാരെങ്ങനെ കാണും. ഒന്നാമത് നെഗറ്റീവിലുള്ള ഒരു വ്യക്തിയാണ് മേനു. അപ്പൊ അതിൽ കൂടി ഇനി നെഗറ്റീവ് ഇടുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കുക, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക്. പക്ഷെ ഈ ഒരു സംഭവം ഞാൻ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ സമയത്ത് മേനു സ്ഥിരീകരിക്കുന്നത് ഞാൻ അങ്ങനെ പോയ കൊണ്ടാണ് നമ്മൾ വേർപിരിഞ്ഞെന്നുള്ള രീതിക്കാണ് മേനു സ്ഥിരീകരിക്കുന്നത്. പക്ഷെ അതല്ല സത്യം. അതിനു മുന്നേ നമ്മൾ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഫ്ലാറ്റിൽ മേനു പോലീസ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായതിന് ശേഷമാണ് മേനു ഓൾറെഡി ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്ലാറ്റിൽ നിന്ന് പോയതാ. ഒരു ജാനുവരി ഏതൊരു ഫസ്റ്റ് ഒരു സംതിങ് ഡേറ്റിൽ മേനു ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് പോയതാ. ഈ സഫയും ലല്ലും തമ്മിൽ ബന്ധമില്ല? ഇല്ല. ഉറപ്പ്. തെളിവുകൾ കാണിച്ചാലോ? കാണിച്ചോ, ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എനിക്ക് ലല്ലുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ഈ ഊബർ ഡ്രൈവർ ആരാ? അത് അവന്റെ ഫ്രണ്ട്, ലല്ലുവിന്റെ ഫ്രണ്ട്. ഊബർ ഡ്രൈവറുമായിട്ട് സഫയ്ക്ക് എന്താ ബന്ധം? ഒരു ബന്ധമില്ല, എന്റെ ഡ്രൈവർ അത്രേ ഉള്ളൂ. സഫയ്ക്ക് ഇപ്പൊ ഊബർ ഉണ്ട്? ഉണ്ട്. ഊബറിന്റെ എന്തുകൊണ്ട് തെളിവ്? സ്വന്തമായിട്ട് ഊബർ സഫയ്ക്ക് ഉണ്ടെന്നുള്ള തെളിവ്? എന്റെ RC ബുക്ക് കാണിക്കാം. എന്തി? എന്റെ ഫോണിലുണ്ട്, കാണിക്കുക. എന്റെ പേര് സഫ. അപ്പൊ സഫയ്ക്ക് കാറുണ്ട്, ഊബർ. അത് ഓടിക്കാനായിട്ടുള്ള ഡ്രൈവറാണ് നാജി. അപ്പൊ നാജിയും സഫയുമാണ് ബന്ധം മീൻസ് വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ടുള്ള ബന്ധം. അപ്പൊ നാജിയുടെ സുഹൃത്താണ് ലല്ലു. എന്നാൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ലല്ലു സഫയും ചേർന്നിട്ട് നാജി ഇതിനകത്ത് വലിച്ചിട്ടതാണോ? ഒരിക്കലും അല്ല. അപ്പൊ അങ്ങനെ ഒരു ഊബറുകാരനെ എന്തിനാ ഒരു ബന്ധം വെക്കുന്നത്? ഒരു ഊബറുകാരന്റെ രീതി നിർത്തിയാൽ പോരെ? അങ്ങനെ തന്നെ ഞാൻ നിർത്തിയിട്ടുള്ളൂ. അപ്പൊ ഫ്ലാറ്റിലൊക്കെ വരുന്നതോ? ഫ്ലാറ്റിൽ ആ ബാഗ് വന്നതല്ലേ ഇഷ്യൂ ആയത്. അതിന്റെ കഥ എന്തുവാ? അത് ഓൾറെഡി ബാഗ് വണ്ടിയിൽ വെക്കാൻ പറ്റത്തില്ല, CNG വണ്ടിയാണ്, ഡിക്കി സ്പേസ് ഒന്നുമില്ല. അപ്പൊ ആ സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ബാഗ് ഇവിടെ വെച്ചോട്ടെ എന്ന്. പക്ഷെ ഇന്ന ആളുടെ ലല്ലുവിന്റെ ബാഗ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ലല്ലുവിന്റെ ആണെങ്കിൽ ഇപ്പൊ എന്റെ ആണെങ്കിൽ പോലും രണ്ട് ബാഗ് അറിയാത്ത ഒരാളുടെ ബാഗ് എടുത്ത് റൂമിൽ വെക്കേണ്ട ആവശ്യം ഉണ്ടോ സഫ? അങ്ങനെ ചോദിച്ചാൽ നമുക്കിപ്പോ ഒരാളെ ഇന്ന പോലെ കാണണം അങ്ങനൊന്നും. ഞാൻ ഒരാളെ ട്രസ്റ്റ് ആക്കുന്ന ഒരാളാ. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാള് ഡ്രൈവർ എന്റെ ബാഗ് അവിടെ വെച്ചോട്ടെ എന്ന് പറയുമ്പോ അങ്ങനെ വേണ്ടാന്ന് പറയാൻ മാത്രം ഞാൻ അത്ര ഇതായിട്ടുള്ളൊരു പേഴ്സൺ അല്ല. അങ്ങനെ ബാഗ് വെച്ചതാണ്. അപ്പൊ ഈ ഡ്രൈവർ മുഖേനയാണ് ലല്ലുവിനെ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾ കൂട്ടായോ? കൂട്ടായിന്നല്ല. ആ സമയത്ത് എന്താ ഫസ്മിന കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. മീൻസ് ലല്ലുവിന്റെ കമന്റ് ഇടണം, മുന്നേ ലല്ലുവിന് കമന്റ് ഇടണം, ലല്ലുക്ക് മെസ്സേജ് അയക്കണം, സ്നാപ്പിൽ മെസ്സേജ് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പരിചയപ്പെട്ടപ്പോഴാണ് ഇവന്റെ ഫ്രണ്ട് ലല്ലു ആണെന്ന് മനസ്സിലാവുന്നത്. ഈ ലല്ലു ആണോ ഫസ്സിയാണോ ഏറ്റവും കൂടുതൽ സഫയ്ക്കുമായിട്ട് ബന്ധം? എനിക്ക് ഫസ്മിനായിരുന്നു. ശരി. അങ്ങനെ ഫസ്മിന പറയുന്നു, എടി നീ ലല്ലുവിന് ഒരു മെസ്സേജ് അയക്കണം, എനിക്കൊരു ഡൗട്ട് അവനിലുണ്ട്
ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ല ഒരു ഹണി ട്രാപ്പ് തന്നെ ഒറ്റ വാക്കി പറയാം. അത് കേട്ടിട്ട് സഫ മെസ്സേജ് അയക്കുന്നു. എന്തിന്? അതിപ്പോ നമ്മുടെ അടുത്തൊരു ഫ്രണ്ട് പറയൂലേ, മോനെ ഫ്രണ്ട് പറയുന്നു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ പക്ഷെ അത് ചെയ്തത് ഞാൻ മേനോടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. മാനു ഫസ്മിന് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ലല്ലുവിന് സ്നാപ്പിൽ മെസ്സേജ് അയക്കണം. ഞാൻ മാനോടുത്ത് പറഞ്ഞപ്പോൾ മാനു പറഞ്ഞു നീ ഫസ്മിനായിട്ട് അധികം കൂട്ട് വേണ്ട, അവൾ ഡ്രഗ് അഡിക്റ്റ് ആന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെ കുറ്റം പറയുമ്പോൾ ഇല്ലാന്ന് പറയൂലേ. ഞാൻ പറഞ്ഞു ഈ ഫസ്മിന് അങ്ങനെ ചെയ്യൊന്നുമില്ല, അങ്ങനത്തെ ആളല്ല. എന്നിട്ട് പറഞ്ഞിട്ട് തൊപ്പീൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ചു തന്നു. ഫസ്മിന് ഇങ്ങനത്തെ ഒരാളാണ്, ഡ്രഗ് അഡിക്റ്റ് ആണ്, അതുകൊണ്ടാണ് തൊപ്പി ഇട്ടിട്ട് പോയെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതെന്തിരുന്നാലും ഇപ്പം ഫസ്മിന സഫയോട് പറയുക ലല്ലുവിന് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കണം, അയച്ചേ പറ്റൂ. അപ്പം സഫയ്ക്ക് അറിയാൻ അയക്കുന്നത് തെറ്റാണ്, അറിയാവോ? അത്ര മൊണ്ണയല്ലാണോ? തെറ്റെന്ന് പറഞ്ഞെങ്കിൽ അത് അവന്റെ വൈഫ് തന്നെയാണല്ലോ പറയുന്നത്. അങ്ങനെ അയക്കുന്നതിന് എന്താ യോജിക്കുള്ളത്? അതിലെനിക്ക് തെറ്റായിട്ട് തോന്നില്ല. കാരണം ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാണ്, എടി എന്റെ ഹസ്ബൻഡിനോട് എനിക്ക് ട്രസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് നമ്മളടുത്ത് പറയുകയാണെങ്കിൽ അതിലെനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. അപ്പൊ സഫ ശരിയല്ല, വൃത്തികെട്ടവളാന്ന് സഫയുടെ ഹസ്ബൻഡിന് ഞാൻ അയച്ച സഫയ്ക്ക് പൊട്ടുവോ? പൊട്ടും. ഈ പൊട്ടൽ അവിടെ ഉണ്ടാകത്തില്ലേ? അല്ലെ സഫയ്ക്കൊന്നും ചിന്തിക്കത്തില്ലായിരുന്നോ ഇത് അയച്ചാൽ ഇത് ശരിയാവുമോ? അത് സ്വന്തം വൈഫാണല്ലോ പറയുന്ന മെസ്സേജ് അയച്ചോളാൻ, വേറെ ആരും അല്ലല്ലോ. അതല്ലേ പ്രശ്നം. വേറെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ ഓക്കെ, ഇത് ഭാര്യ പറയണെങ്കിൽ അത്രമേൽ ട്രസ്റ്റ് ഒരു ഭർത്താവിന് ഭാര്യക്കില്ലേ? ചിലപ്പോ ആ ഭർത്താവിനോട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവൾ എന്നെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചതായി. അങ്ങനെയുള്ളവർ കല്യാണം കഴിക്കാൻ പോലെന്നേ. ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ ഞാൻ മാരേജ് കഴിഞ്ഞപ്പോഴല്ലേ മാനുവിന്റെ ക്യാരക്ടർ മനസ്സിലാവുന്നേ, അതുപോലെ ആയിരിക്കും അവൾക്കും ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ സുഹൃത്തായ സഫയോട് പറയുന്നു ഫസി ഇങ്ങനൊന്ന് മെസ്സേജ് അയക്കുക. അപ്പോഴും എന്തുകൊണ്ട് സഫ ചിന്തിച്ചില്ല അല്ലെ ചോദിച്ചില്ല? ഓൾറെഡി അവരുടെ മിസ്രിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ഫസ്മിനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞേടി നീ പോയിട്ട് കമന്റ് ഇട്. ഞാൻ അപ്പൊ എല്ലാ സ്ക്രീൻഷോട്ട് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ മെസ്സേജ് അയച്ചത് ഫസ്മിനെ പറഞ്ഞിട്ട്? കമന്റ് ബോക്സിൽ എന്താ പറഞ്ഞ ഞാൻ, എടാ ഒരു വൈഫ് ഉണ്ടായിട്ട് നിനക്ക് വേറൊരുത്തിയുടെ കൂടെ പോവാൻ നിനക്ക് ഇത് നാണമില്ലേ, നീ അനുഭവിക്കും, അങ്ങനെ ഞാൻ പറഞ്ഞു. അത് അപ്പൊ തന്നെ അവൻ ഡിലീറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്ത് തന്നെ. അതല്ലാതെ പേഴ്സണലി അയച്ചത് എന്തുവാ? പേഴ്സണലി സ്നാപ്ചാറ്റിൽ ഹായ് റിക്വസ്റ്റ് ഇട്ടു, ഹായ് അയച്ചു. അപ്പൊ റിപ്ലൈ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. റിപ്ലൈ വന്നു. അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്ത്. പിന്നെ ഒന്നും അയച്ചില്ല, പിന്നെ കാര്യമായിട്ടൊന്നും അയച്ചൊന്നുമില്ല. ഇവിടെ ഇപ്പം ജനങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താ പറയുക, നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളുടെ ഫാൻസ് പറയുന്നത് എന്താ അറിയോ? ഇവിടെ ലല്ലും സഫയും ഒന്നിച്ചു, ഫസിയും മെഹനാസും തമ്മി ഡീല്. ഇതാണോ യാഥാർത്ഥ്യം? ഞങ്ങൾ ഒന്നിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒന്നിക്കാം ഇല്ല, ഒരിക്കലും ഇല്ല. ഇത്രയും ഒക്കെ മീൻസ് ഫസ്മിനെ കുറെ തെളിവുകളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അവൻ ഒരുപാട് അടുത്ത് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളും. അങ്ങനത്തെ ഒരു വ്യക്തിനെ ഞാൻ ഇനി ലൈഫിലേക്ക് കൊണ്ടുവന്നെങ്കിൽ എന്റെ ലൈഫ് ഫ്ലോപ്പ് ആയി പോകും. അവിടെ പക്ഷെ ലല്ലു പറയുന്നൊരു കാര്യം ഫസ്മിനയ്ക്ക് മുമ്പായിരുന്നു തെറ്റുകൾ സംഭവിച്ചതെന്നാ. അവൻ അങ്ങനെ പറയുന്നു, ഫസ്മിനക്ക് മുമ്പായിരുന്നു, ഫസ്മിന് ഉള്ളപ്പോ ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. ഈ സഫ കർമ്മയെ വിശ്വസിക്കുന്നുണ്ടോ? ഓ തീർച്ചയായും. ഉറപ്പിക്കാവോ? മെഹനാസിന്റെ ആദ്യ ഭാര്യയുടെ പേരെന്തുവാ? റിഫ. റിഫയുടെ മരണത്തിന് ശേഷം സഫ ഉൾപ്പെടെ ലൈവിൽ സംസാരിച്ചില്ലേ അവള് തെറ്റുകാരിയാന്ന്? സംസാരിച്ചോ? ലൈവിലല്ല, സ്റ്റോറിയും ഇന്റർവ്യൂ ഒക്കെ സംസാരിച്ചു. സഫ ഇങ്ങനൊന്ന് ചിന്തിച്ചേ, ഇന്ന് മെഹനാസ് അടിച്ചടിയും പറയുന്ന കുത്തുവാക്കലുകളും സഫ അനുഭവിച്ചു. ഇതുപോലെ അനുഭവമാണ് ആ കുട്ടി അനുഭവിച്ചതെങ്കിലോ? ആയിരിക്കാം. ഒന്ന് ചിന്തിക്കാം. സഫ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം എനിക്കൊരു ജീവനുണ്ട്, ഒരു ജീവിതമുണ്ട്, ഉപ്പയും ഉമ്മയും ഉണ്ട്. സഫ 23 വയസ്സ്, ഒരു കുഞ്ഞിൻ്റെ അമ്മ, കേൾക്കേണ്ട പഴികൾ, കേൾക്കേണ്ട അപരാധം, അത്രമേൽ അടിയും ഇടിയും എല്ലാം കൊണ്ടു. ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല എന്നിപ്പോൾ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. കഴിയാനുള്ളത് കഴിഞ്ഞു. ഇനി ഫ്യൂച്ചറിലേക്ക് എന്താ ചെയ്യാൻ പറ്റാതെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും കഴിഞ്ഞത് ഓർത്ത് കരയാനോ വിഷമിക്കാനോ എനിക്ക് പറ്റൂല, സമയമില്ല. കാരണം ഞാൻ അങ്ങനെ ഇരുന്നെങ്കിൽ അത് ബാധിക്കുക എൻ്റെ മോനെയാണ്. വീട്ടിൽ സപ്പോർട്ടാണോ? ഇത്രയും പ്രശ്നം നടന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സപ്പോർട്ട് എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സിന് നീങ്ങിയപ്പം വീട്ടുകാർ പറഞ്ഞു ഇനി അവൻ കരഞ്ഞ് വന്നാലും തിരിച്ചു കൊണ്ടുവരരുത് ലൈഫിലേക്ക് എന്നാ പറഞ്ഞു. പക്ഷെ ഞാൻ സഫയെ പറ്റി അറിഞ്ഞത് ഒന്ന് കരഞ്ഞു കാണിച്ച വീടാവുന്നൊരു ഹൃദയമേ സഫയ്ക്കുള്ളാണോ? ഞാൻ അങ്ങനെയാണ്. മീൻസ് ഇപ്പൊ എന്നെ ഇപ്പൊ എനിക്ക് ഉണ്ടായ അനുഭവത്തിൽ എന്നെ അത്രയും തല്ലി കൂട്ടിയിട്ട് ഞാൻ അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കിടന്നിട്ടും മാനു അപ്പൊ കരഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് സോറി എന്ന് പറഞ്ഞ് വരുമ്പോ തന്നെ ഞാൻ ഓക്കെ സാരമില്ല എന്ന് ഞാൻ പറയും. അത്ര ഞാൻ വേദന സഹിച്ചാലും ഒരാൾ കരഞ്ഞു വന്നാൽ ഞാൻ കുഴപ്പമില്ല എന്ന് പറയും. ഈ തല്ലിയെന്ന് വെറുവാക്ക് പറയുമല്ല, തെളിവ് വല്ലതും ഉണ്ടോ? ഓ
എന്ത് ഫോട്ടോസ് ഉണ്ട്. ഞാൻ അപ്പോൾ ഇപ്പോഴും ചിരി വരുന്നത് എനിക്ക്. ഈ ഫോട്ടോസ് എടുക്കാൻ കാരണം ഞാൻ മനഃപൂർവ്വം തല്ലിതെടുത്തല്ല, അങ്ങനെ തല്ലിതെടുക്കാനാണ് എനിക്ക് ഒരുപാടുണ്ട്. ഇതൊന്നും അല്ല നിക്കത്തില്ല ഫോട്ടോ. ഇല്ല, ഇതൊന്നല്ല. എൻ്റെ മുഖത്ത് പൊട്ടിയത്, ഇവിടെ കരിവാളിച്ചത്, അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഫോട്ടോസ് എടുത്തിട്ടില്ല. എടുക്കാനാണ് ഒരുപാടുണ്ട്. പക്ഷെ ഈ ഫോട്ടോസ് എടുക്കാനുള്ള കാരണം ഞങ്ങൾ പ്രശ്നം ഉണ്ടായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് ആ സമയത്ത് ഞാൻ പറയാം, മേനു എന്നെ റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. മീൻസ് അത്രയ്ക്ക് എന്നെ തല്ലിയിട്ട് റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് വാതിലടക്കാൻ നേരത്തെ ഞാൻ മേനോട് പുറത്ത് മാന്തി കടിക്കുകയും ചെയ്തു, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. ആ സമയത്ത് നമ്മൾ തല്ലുപിടിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പം ഉമ്മ അത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ട് നിങ്ങളുടെ മോൾ എൻ്റെ മോനെ ചെയ്തു വെച്ചതാന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ മേത്തുള്ള കാര്യങ്ങൾ നോക്കുന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിമാരെടുത്ത് വെച്ച ഫോട്ടോസ് ഞാൻ ഈ അടുത്ത് അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ചതാ, എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് ഇങ്ങനെ തല്ലിയത് കാണിക്കണമെന്നോ ഇടിച്ചത് കാണിക്കണമെന്നോ എനിക്ക് പറയണമെന്നില്ല. അങ്ങനെ പറയാനാണെങ്കിൽ തുടക്കം മുതലേ ഞാൻ പറയണം മേനോന് നെഗറ്റീവായിട്ട്, മേനോന്റെ ഫാമിലി നെഗറ്റീവായിട്ട് എനിക്ക് പറയാം. ഫസിയുടെ ലൈഫ് ഇല്ലാതാക്കിയത് ലല്ലുവിനും സഫയ്ക്കും ഒരു പങ്കുണ്ട്. അതെങ്ങനെയാ പങ്കുണ്ടാവുന്നേ? അവരിപ്പോ പിരിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി? അവര് പിരിയാൻ കാരണം നിങ്ങളുള്ള സംഭാഷണമല്ലേ? നമ്മുടെ ഇഷ്യൂ നടക്കുന്നത് ഈ ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 14 ഞാൻ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞ മേനു സ്റ്റോറി ഇടുന്നത്. അതിന് മുന്നേ ഇവര് ഇഷ്യൂസും കാര്യങ്ങളും നവംബറിൽ അങ്ങനെ എന്തൊക്കെയാണ് മിസിരയുടെ ഇഷ്യൂ നടക്കുന്നത്. ആ ഇഷ്യൂ നടക്കുന്ന സമയത്താണ് ഇവനെ കാണാൻ ബാംഗ്ലൂർ വരുന്നതോ ആ ഇഷ്യൂ നടക്കുമ്പോൾ ഇവള് വീഡിയോസ് ഇട്ടോണ്ടിരിക്കുന്ന സമയത്താണ്. ഈ ഊബർ ഡ്രൈവറിന്റെ ഫ്രണ്ടാണ് ലല്ലു. ഞാൻ പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ എന്റെ വണ്ടിയെ ഡ്രൈവറായിട്ട് വെച്ചേക്കുന്നതാണ് എന്റെ സ്റ്റാഫ്. ഞാൻ പൈസ കൊടുക്കുന്നല്ല. ഊബർ എന്ന് പറഞ്ഞെങ്കിൽ ടാക്സി ഓടുന്നത്, മീൻസ് ഊബർ ആപ്പില് ഓടൂലേ, അവൻ എനിക്ക് ഡെയിലി 1K വെച്ച് തരുന്ന ഒരു സംഭവമാണ്. പക്ഷെ മിക്കപ്പോഴും ഫ്ലാറ്റിനരികില് ഈ കാറുമായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ലല്ലു ആയിരുന്നു. എന്റെ ഫ്ലാറ്റിന്റെ അവിടെയോ? ഒരിക്കലും ഇല്ല. ഒരു ചിത്രം കാണിക്കാം, അതിൽ പറയാനുള്ളത് സഫയ്ക്ക് പറയാം. കാരണം ഒരുപാട് തെറ്റിദ്ധാരണ സഫയെ പറ്റി ഇന്നുണ്ട്. സഫ കാരണമാണ് ഫസിയുടെ ജീവിതം ഇല്ലാതായത്. സഫയിൽ ലല്ലും ഇന്ന് ഒരുമിച്ചാണ്, പക്ഷെ പുറമെ നിങ്ങൾ അഭിനയിക്കുന്നു. അപ്പൊ ഇതിന് നമുക്കൊരു തെളിവ് എന്തായാലും കാണിച്ചേ പറ്റൂ. ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം, മറുപടി പറയാനുണ്ടെങ്കിൽ സഫയ്ക്ക് പറയാം. ഫോട്ടോ കാണിക്കട്ടെ. സഫയുടെ ഫ്ലാറ്റിന്റെ റോഡാ ഇതോ? ആ, എന്റെ ഫ്ലാറ്റിന്റെ റോഡൊന്നും അല്ലത്. ഉറപ്പിക്കാം. സഫയുടെ വണ്ടിയാ? എന്റെ വണ്ടിയാണ്. അത് ലല്ലു ആണ്. ലല്ലുവാണ്. ഈ ഫോട്ടോയിൽ ചൊല്ലി ഒരുപാട് വരുന്ന കമന്റുകൾ ഞാൻ അങ്ങോട്ട് പറയാം. ഊബർ ഡ്രൈവറിനേക്കാൾ കൂടുതൽ വണ്ടി ഓടിക്കുന്നത് ലല്ലുവാണ്. അപ്പൊ സഫ തന്നെ അതിന് ക്ലിയർ ചെയ്തു. എനിക്ക് രണ്ടേ ക്യാഷ് കിട്ടുന്നുണ്ട്, അത് ആര് ഓടിച്ചാലും എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് കണ്ട സമയത്ത് ഞാൻ ഇവനോട് ചോദിച്ചായിരുന്നു. ആരോട്? ലല്ലുവിനോട് തന്നെ. ആ സമയത്ത് അവൻ പറഞ്ഞത് നാജി വണ്ടിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നാ പറഞ്ഞത്. അതായത് ഈ വണ്ടിക്കകത്ത് നാജി കിടന്ന് ഉറങ്ങുന്നാ പറഞ്ഞ എന്റെ അടുത്ത്. അവൻ പുറത്തേക്ക് ഇരുന്ന് സിഗരറ്റ് വലിക്കാനോ എന്തിനോ വേണ്ടി പുറത്തിരുന്ന് ഫോൺ വിളിച്ച സമയത്ത് നാജി ഓൾറെഡി വണ്ടി കിടന്ന് ഉറങ്ങുന്നാ പറഞ്ഞത്. അത് ഉറങ്ങാണ്ടിരിക്കും എന്താണേലും ഞാൻ വണ്ടി റെന്റിന് കൊടുത്തേക്കുന്നത് നാജിക്ക. അവനിപ്പോ ആർക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നത് അത് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഡെയിലി എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, എനിക്ക് അത് നോക്കിയാൽ മതി. സഫയുടെ ഫ്ലാറ്റില് ലല്ലു നിൽക്കുന്നു. ലല്ലുവാണ് ഒരു ബന്ധവുമില്ലാത്ത ഒരാള്. ഇതിന്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. നാജി വണ്ടി ഏൽപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. പക്ഷെ എൻ്റെ വണ്ടി ആ ഒരു പരിസരത്ത് കിടന്ന ഭയങ്കര സീനാ. മീൻസ് ആൾക്കാരത് കാണുമ്പോ തന്നെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ കുറെ പേരുണ്ട്. തീർച്ചയായും. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കുന്നത് ഈ കാണുന്നവരാണല്ലോ. എത്രയോ പേര് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾക്ക്. എന്റെ വണ്ടി എവിടെ കാണുന്നോ അത് അയച്ചു കൊടുക്കുന്നതാണ് ഈ ആൾ. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെങ്കിൽ അവൻ 100 വീഡിയോ അയച്ചു കൊടുത്തോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വണ്ടി ഫോട്ടോ എടുത്ത് അയക്കണേലും എനിക്കൊരു കുഴപ്പമില്ല. ഇതെന്താ സിറ്റുവേഷൻ ഉണ്ടായെന്ന് വെച്ചെങ്കിൽ ഇവര് വണ്ടി എനിക്ക് തിരിച്ചു തരാൻ വേണ്ടി വന്നു. അപ്പൊ നാജി ഓൾറെഡി വണ്ടി പാർക്ക് ചെയ്ത് എടയപ്പുറ ജംഗ്ഷന്റെ അവിടെ ഇട്ടു. ഏതോ ഒരു സ്ഥലം ഉണ്ടല്ലോ, എക്സാക്ട് ഒരു പ്ലേസ് ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് ഇവൻ എൻ്റെ അടുത്ത് പറയാൻ വന്നു, വണ്ടി ഇവിടെ ഉണ്ട്, നമ്മൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി വരാൻ നിന്നപ്പോൾ നാജി ഓൾറെഡി ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ വണ്ടി തരാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇവൻ എൻ്റെ ഫ്ലാറ്റിന്റെ സ്റ്റെപ്പ് കയറി എവിടെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല, എന്റെ വാതിൽ മുട്ടി ഒന്നും ചെയ്തിട്ടില്ല. അതാ പറയുന്നത്. സ്റ്റെപ്പിന്റെ അവിടെ ഇരുന്ന സമയത്താണ് മെഹനാസും മൊയിനുദ്ദീനും എന്ന് പറയുന്ന ഫ്രണ്ടും കൂടി 2 വീലറിൽ പോയിട്ട് ഇവന്റെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല ഇവൻ ഇവിടെ വന്നായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ സഫയുടെ ഫോട്ടോ എടുക്കാൻ തന്നെ ഒരു മീഡിയ ടീം ഉണ്ടോ? ഓ, ഇനി അടുത്തൊരു ഫോട്ടോ കാണിക്കാം. എനിക്ക് സത്യം പറഞ്ഞത് കാണുമ്പോ ചിരിയാ വരാ. ഈ ഡ്രസ്സും കാര്യങ്ങളും ലല്ലുവിന്റെ ബാഗിൽ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല, സത്യം പറയാമോ? സീരിയസ്ലി. ഇത് സഫയുടെ അയയാണോ? ആണ്.
സഫയുടെ അന്ന് സഫ പറയുന്നുണ്ട്, പക്ഷെ ഡ്രസ്സ് എങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. ഇല്ല അതെങ്ങനെ? അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ എന്താ പറയാ, അതായത് ഈ ലല്ലുവിന്റെ ഡ്രസ്സാണ് ഇതിൽ വന്നേക്കുന്നത്. അറിയാം. ബാഗി കിടക്കുന്ന ഡ്രസ്സ് പറന്നുപോയി ഒരിക്കലും ഇരിക്കത്തില്ല. ഞാൻ പറയാ 14-ാം തീയതി ആണല്ലോ മേനാസ് ഞാൻ ഒളിച്ചോടി പോയി എന്ന് പറയുന്നേ. അതിന്റെ തലേ ദിവസം മേനാസ് എന്റെ ഫ്ലാറ്റിൽ കുത്തിപ്പൊട്ടിച്ച് കയറി വന്നിട്ടുണ്ട്. ആ സമയത്ത് ബാഗൊക്കെ കിള്ളി തുറക്കുന്ന ഇവർ തന്നെയാണ്. അതായത് സഫ പറഞ്ഞു വരുന്നത് മെഹനാസിനെ ഇട്ടിട്ട് ഫോട്ടോ അറിയത്തില്ല. ഇവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഇവിടെ തൊടാത്ത രീതിയിലുള്ള ഭയങ്കരമായ സ്ക്രിപ്റ്റ് ആണ്. അതിലിപ്പോ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇവരുടെ സ്ക്രിപ്റ്റില് സഫ തന്നെ ഞെട്ടിപ്പോയൊരു കേസ് എന്തായിരിക്കും? ഞാന് മാനുവിന്റെ വീട്ടിൽ ചെന്നിട്ട് കത്തി കൊണ്ട് കുത്തി സ്വർണ്ണം കൊടുത്തു ഡോക്യുമെന്റ്സ് എടുത്തെന്ന് പറഞ്ഞാൽ ഈ അടുത്ത് എനിക്കെതിരെ അവർ കൊടുത്ത കേസ്. അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ നിരന്തരം ചെയ്യുന്നു. ഞാൻ നിരന്തരം ചെയ്യുന്നത് എന്റെ വീഡിയോസ് നോക്കിയാണ് ഒരു 5 വീഡിയോസ് 6 വീഡിയോസ് 5 വീഡിയോസ് ഞാൻ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുള്ളൂ. എനിക്കിപ്പോ ഉണ്ടാക്കാനാണെങ്കിൽ പലതും എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ ലേറ്റസ്റ്റ് ഇട്ട വീഡിയോ എന്താ, കുട്ടിയായിട്ടുള്ള വീഡിയോ. എനിക്കിപ്പോ അതിനെ പറ്റി സംസാരിച്ച് ഒരാളുടെ ഇറച്ചി തിന്നുകൊണ്ടുള്ള പൈസ ഒന്നും എനിക്ക് വേണ്ട, ആവശ്യമില്ല. ഫസി, മെഹനാസ്, ലല്ലു ഇവർ കണ്ടുമുട്ടിയത് ഒരേ സ്പോട്ടിലാ, ഒരു കഫേ ഷോപ്പ്. ലല്ലുവും പറയുന്നുണ്ട് കോഫി ഷോപ്പ്. അന്ന് തല്ല് ഉണ്ടായ സമയത്ത്. അതെ. ഈ കോഫി ഷോപ്പുമായിട്ട് എന്താ നിങ്ങൾക്കൊരു ബന്ധം? മെഹനു അവിടെയാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഞാനായിട്ട് ഇഷ്യൂ ഉണ്ടായ സമയത്ത് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മേനു അവിടെ തന്നെയായിരുന്നു. ആ കഫേയിൽ ഇരുന്നിട്ട് മേനു റീൽ ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ആയിരുന്നു മേനു വർക്ക് ചെയ്തോണ്ടിരുന്നത്. മൊയിനുദ്ദീനും അവിടെയൊക്കെയാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. മോനെ 23 വയസ്സിൽ ഇത്രയൊക്കെ അനുഭവിക്കാന് നീ എന്തുവാണ് ജീവിതത്തിൽ തെറ്റ്? എനിക്കറിയത്തില്ല. അത് ഒരു തലവരാന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് എന്റെ ലൈഫ്, മേ ബി നല്ലതായിരിക്കാം, അറിയില്ല. ഇനി ഒരു പ്രണയം ഉണ്ടാവോ ജീവിതത്തിൽ? ഇപ്പോ ഉണ്ടാവില്ല. ഉണ്ടായേക്കാം. ഞാനിപ്പോ അല്ലെന്ന് പറഞ്ഞ ചിലപ്പോൾ നാളെ ഉണ്ടായത് എനിക്ക് അതടുത്ത ബൂമറാങ് പോലെ വരും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പെട്ടെന്നില്ല. അതിന് അതിൻ്റെതായ ഒരു ടൈം ഉണ്ട്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ ആൾക്കാര് മാസ്ക് ഒക്കെ ഇട്ട് ഇറങ്ങണേ. സ്റ്റേഷനിലേക്കൊക്കെ പോകുമ്പോ മാസ്ക് ഒക്കെ ഇട്ട് ഇറങ്ങുന്നേ. ഇപ്പൊ എവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കണേന്ന് അറിയൂലോ. ഈ ആൾക്കാരുടെ ഒരു പ്രതികരണം എന്തോ പുച്ഛമാണോ? ഇല്ല, എത്രയോ പേര് എന്റെ അടുത്ത് ഒന്നും മിണ്ടുന്നുണ്ട്. ഞാനിപ്പോ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ എത്രയോ പേര്, ഇപ്പൊ മുന്നത്തേക്കാ കൂടുതലും. ആദ്യമൊക്കെ മേനോന്റെ കൂടെ നടക്കുമ്പോ ഒരു നോട്ടമൊക്കെ ആയിരുന്നു. നമ്മൾ മാറി ഒരു കുറ്റം പറയുന്ന രീതിക്ക് എല്ലാരും നോക്കാറ്. പക്ഷെ ഇപ്പാന്ന് പറഞ്ഞെങ്കിൽ എല്ലാരും വന്ന് മിണ്ടും. ഈ മെഹനാസിന്റെ തെറ്റ് കാരണമായിരിക്കും ആ പെൺകുട്ടി മരിച്ചത്? എന്റെ അനുഭവത്തിൽ വെച്ച് നോക്കുമ്പോ അങ്ങനത്തെ അനുഭവം റിഫക്ക് ഉണ്ടായിട്ടുണ്ടാവണം, തീർച്ചയായും. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുന്ന അനുഭവമാണോ? ഒരിക്കലും അല്ല. ഇത് നമ്മള് ഇപ്പൊ ആ അനുഭവത്തിലൂടെ സൂസൈഡ് വരെ നമുക്ക് ചിന്തിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞെങ്കിൽ സൂസൈഡ് ഞാൻ പേടിയാ. അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും തീർച്ചയായും. കാരണം മാനുവിന്റെ വീട്ടില് മാനു മാത്രല്ല, മാനുവിന്റെ ഉമ്മ അടക്കം നമ്മൾ അത്രക്കും ഇതാക്കുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ മെന്റലി ആണെങ്കിലും. ഇപ്പൊ മാനു തെറ്റ് ചെയ്തെങ്കിൽ ഉമ്മ കാവലിരിക്കും. മാനു ഇപ്പൊ എന്തെങ്കിലും കുടിച്ചിട്ട് വരാണെങ്കിൽ ഉമ്മ തലപ്പക്കത്തിരിക്കും, ഞാൻ ചെല്ലണ്ടോ നോക്കാൻ. കാരണം ഞാൻ മണം പിടിച്ച ഞാൻ സീനാക്കും. കാരണം എനിക്ക് പറ്റൂല ഈ മണം. ഒന്നാമത് ഞാൻ ഗർഭിണിയായ സമയം. ഉമ്മ ഇതിനെല്ലാത്തിനും സപ്പോർട്ടാണ്. ഞാൻ ഇതുവരെ ഒരു മീഡിയക്ക് മുന്നിൽ ഞാൻ ഉമ്മാനെ നാണം കെടുത്തരുത് എന്നുള്ള രീതിക്ക് ഞാൻ നിന്നത്. പക്ഷെ കുട്ടീനെ കൊണ്ട് ഞാൻ വീട്ടിൽ പോയപ്പം കത്തിയെടുത്ത് കാണിച്ചു, സ്വർണം എടുത്തോണ്ടും പോയി, ഡോക്യുമെന്റ്സ് എടുത്തോണ്ടും പോയി എന്ന് പറഞ്ഞാൽ കള്ളക്കേസ് കൊടുത്തോടുകൂടി ഉമ്മാനൊന്നും നല്ലതാക്കണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എന്താണോ എൻ്റെ ലൈഫിൽ നടന്നത് അതന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഫസ്മിനാന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഡയറിയിലെ കുറെ കാര്യങ്ങൾ കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ആൾക്കാര് കുറെ പേര് വന്ന് പറയുന്നുണ്ട്, സഫേനെ പറഞ്ഞതിൽ റിഗ്രറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമന്റ് കണ്ടതാണ്, ഫസ്മിനാന്റെ അത്രക്കും നെഗറ്റീവ് സൈഡ് കണ്ടിട്ട് പോലും സഫ അത് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തില്ല. എനിക്ക് ശത്രുത ഉണ്ടെങ്കിൽ എനിക്ക് അത് ആ ക്ലിപ്പുകൾ ഇട്ടിട്ട് പറയാം, ഫസ്മിൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എനിക്ക് പറയാം. അത് സഫ ചെയ്തില്ല. അവിടെയാണ് സഫയുടെ പോസിറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സത്യങ്ങൾ ആൾക്കാരെന്തായാലും അറിയും. ഈ മെഹനാസ് ജീവിതത്തിൽ ഇനി തിരിച്ചു വന്നാൽ സ്വീകരിക്കുമോ? ഒരിക്കലും ഇല്ല. ഫസി വന്നാലോ? കൂട്ടുകാരിയല്ലേ? അതോ വേണ്ട. ഒരുപാട് സൗഹൃദം ഉണ്ടായിരുന്നു. ഒരുപാട് സൗഹൃദമല്ല, അവൾ ഈ കരയണ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട്, അങ്ങനത്തെ വീഡിയോസ് ഇടണ്ട, നീ പോസിറ്റീവായിട്ട് തന്നെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കൂടെ നിന്ന ഒരാളാണ്. തിരിച്ചു കുത്തി. കാരണം ഇപ്പൊ ഈ ബാഗ് കണ്ടപ്പം ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് അവൾക്ക് ചോദിക്കുക ഇതെങ്ങനെ വന്നു എന്നുള്ള സമാധാനത്തിൽ അവൾക്ക് ചോദിക്കുക. പക്ഷെ അവള് ചോദിച്ച ചോദ്യങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. എന്തൊക്കെയായിരുന്നു? മെസ്സേജ് ഉണ്ട്, പറഞ്ഞോ. ഇപ്പോ 13-ാം തീയതിയാണ് മാനുവിന് ബാഗ് കിട്ടുന്നത്. മാനുവിന് വേണ്ടി നേരിട്ട് വന്ന് ചോദിക്കുക,
സഫ ഇങ്ങനെ ഒരു ബാഗ് കണ്ടു, എന്താ സംഭവം എന്ന്. മാനു ഒന്ന് നേരെ ഫസ്മിനാക്ക് അയച്ചു കൊടുത്തു. ഫസ്മിനെ രാവിലെ എനിക്ക് മെസ്സേജ് ഇടുമ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. അയച്ച മെസ്സേജുകൾ എന്തുവായിരുന്നു? വായിച്ചോ? ഫെബ്രുവരി 14 മെസ്സേജ് അയക്കണേണ്. നീ കോൾ എടുക്ക സഫ, കേസ് കൊടുക്കണ്ട, അവന്റെ വീട്ടിൽ അറിയിക്കേണ്ട, വീഡിയോ വരുമ്പോ നീ നോക്കിക്കോ സഫ, ഇതിനുള്ളത് നിനക്ക് കിട്ടും, വെയിറ്റ് ചെയ്തോ. ഞാനൊന്നറിയില്ല, ഞാൻ എന്തെന്ന് ചോദിച്ചു. ഫോൺ എടുക്കടി മൈരേ. ഞാൻ പറയാം മോളെ കാര്യം പറയാണ്ട് പറയല്ലേ എന്ന് പറഞ്ഞു. മര്യാദ ഇന്ന് മാറും, ഷിബിലയുടെ ആധാർ എല്ലാം റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, CCTV അടക്കം നിന്റെ ഫ്ലാറ്റിൽ ഞാൻ എല്ലായിടത്തും പബ്ലിഷ് ചെയ്യും. ചത്തുടേടി നിനക്ക് കേസ് കൊടുക്കണ്ട്, ഞാൻ അവന്റെ വീട്ടിൽ ഉപ്പാനും ഉമ്മാനും അറിയിക്കേണ്ട, അവൻ നിന്നെ കളിച്ച് ഒഴിവാക്കും. ഞാൻ പറഞ്ഞു അവന്റെ ഫ്രണ്ടിന് എൻ്റെ വണ്ടി റെന്റിന് കൊടുത്ത് മോളെ എന്ന് പറഞ്ഞു. പറഞ്ഞു അത്രേ ഉള്ളൂ, നീ ഓർത്ത് വെച്ചോ എടി മോളെ, നീ വെയിറ്റ് ചെയ്തോ, സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നീ ആൻസർ കൊടുക്കണം, നിനക്ക് കൊച്ചുള്ളതല്ലേ, മാനുവിനെ ഞാൻ പോയി കണ്ട് തീരുമാനമാക്കണ്ട്. സഫ ദെയർ ഈസ് എ ലിമിറ്റ്, അവൻ നിന്നെ കളിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, മാനുവിനും അറിയാം. റൂം എടുത്ത് 2 ദിവസം അവൻ അവിടെ നിന്ന് അങ്ങനെ പിന്നെ ഒരു വോയിസ് ഉള്ളത്. അതെന്തായിരുന്നു? ഇത്രയും എന്നോട് ദ്രോഹം ചെയ്ത ആൾക്ക് നീ അവന്റെ ഫ്രണ്ടിന് വണ്ടി റെന്റിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം? ഞാൻ എന്നെ പൊട്ടിയോ? ഇതൊന്നല്ല, ഇതിലപ്പുറം വോയിസുകളുണ്ട്. നിനക്ക് ഞാൻ പണി തന്നിരിക്കും, മിസ്രിയെ പോലെ തന്നെ നിനക്ക് പണി തരും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ആ കുട്ടീനെ ചെയ്ത പോലെ തന്നെ. പിന്നെ ഒരുപാട് മെസ്സേജുകളുണ്ട്. എൻ്റെ വീട്ടിൽ പോകണ്ട എടി, പിന്നെ തെറിയാണ് കുറച്ച് കാര്യങ്ങൾ. ഭർത്താവ് മെഹനാസിന് ഭാര്യയായ സഫയോട് പറയാം, എടി ഈ ബാഗ് എന്തിനു ഇവിടെ വന്നു, അല്ലെ എങ്ങനെ വന്നു? ഇത് മെഹനാസ് എന്തുകൊണ്ട് ഫസ്മിനോട് ചോദിക്കുന്നു, അല്ലെ ഫസ്മിനയ്ക്ക് അയച്ചു കൊടുക്കുന്നു? അത് ഞാൻ ചിന്തിച്ചു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി ഇഷ്യൂസിൽ നിൽക്കാണ്, നമ്മൾ വേണ്ട എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടായിരിക്കോ അതോ ഫസ്മിനക്ക് അയച്ചു കൊടുത്താൽ ഫസ്മിനെ ഫുള്ള് പബ്ലിഷ് ആക്കി വീഡിയോ ചെയ്യുമല്ലോ. ഇപ്പൊ മേനാസിന് വേണമെങ്കിൽ വന്നിരുന്ന് വീഡിയോ ചെയ്യാം, എന്താ ബാഗ് കിട്ടി എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിലേ ഇടാമായിരുന്നു. പുള്ളി എന്തുകൊണ്ട് ചെയ്തില്ല? പുള്ളി ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തിട്ട് മറ്റുള്ളവർ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോസ് വരുന്നത്. ഒരു ഇന്റർവ്യൂ എടുത്തില്ലേ മെഹനാസിന്റെ? അതില് ഞാനത് സത്യം പറ കണ്ടില്ല. 3 എണ്ണം ഒരുമിച്ചിരുന്ന് കണ്ടിട്ട് റിയാക്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാനത് കേൾക്കാൻ പോയില്ല, എന്റെ ആവശ്യമില്ല. എന്തിനാ നമ്മ കാണണ്ടെന്നുള്ള പോലെ നടന്നാ പോരെ. അതിനെപ്പറ്റി പറയാനല്ലോ. കാരണം കുറച്ചെന്നെ ഞാൻ കേട്ട സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ ട്രൗസർ ഇട്ട് നടക്കുന്നു, ഞാൻ സ്പ്രേ അടിക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യാത്ത. ഞാൻ മാനുവിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ നടക്കാറ്, സ്ലീവ്ലെസ് ഇട്ട് ഞാൻ നടക്കാറ്, ഞാൻ ഇങ്ങനെ തന്നെ നടക്കാറ്. പക്ഷെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ അങ്ങനെ നടക്കാറില്ല, സ്പ്രേ അടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ വെറുതെ ഇതിനൊക്കെ എന്താ പറയുക? ഇത്രയും വലിയ ഇഷ്യൂ നടക്കണതിൻ്റെ ഇടയിൽ സ്പ്രേ അടിക്കുന്നു, നിക്കർ ഇടുന്നു എന്നാണ് മാനുവിന്റെ പറയുന്ന പരാതി, അല്ലാതെ ഞാൻ പോയിന്നല്ല പരാതി. ഈ മെഹനാസിനെ അത്രമേൽ സ്നേഹിച്ചിരുന്നോ സഫ? സ്നേഹിച്ചിരുന്നു. ഇപ്പൊ പോലെ എന്താ, ഞാൻ കാസർഗോഡ് പോയ സമയത്ത്, നീലേശ്വരം മാനുവിന്റെ വീട്ടിൽ പോയ സമയത്ത് ആ ഒരു ഇതിലെ നടക്കുമ്പം നമ്മൾ അതിലെ സ്കൂട്ടർ കൊണ്ടൊക്കെ കുറെ നടന്നതാ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ വിഷമമായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ആണെങ്കിലും നമ്മുടെ പഴയ വീഡിയോസ് കാണുമ്പോൾ വിഷമാവാറുണ്ട്. അത്ര സ്നേഹിച്ചിരുന്നു. ഞാൻ ഒരിക്കലും ഇത്ര മാനുവിനെ ഉപദ്രവിച്ചാൽ പോലും ഞാൻ ഇട്ടിട്ട് പോകാത്ത ഒരാളാ സത്യം പറഞ്ഞ. പക്ഷെ സാഹചര്യം കൊണ്ട് വേണ്ടാന്ന് വെക്കണ്ട വന്നു. അത്രയും വേദന അനുഭവിച്ചിട്ടും അത്രയും അടി ഉണ്ടായിട്ടും അവനെപ്പറ്റി നീ ഒരു കുറ്റം പോലും പറയുന്നില്ല കേട്ടോ. അത്ര ഇഷ്ടമായിരുന്നു. എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ മീഡിയക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഇതുവരെ. പിന്നെ നിങ്ങൾക്കിടെ പറ്റിയ പ്രശ്നം എന്തുവാടാ? നിങ്ങൾ പറഞ്ഞ് തീർത്താ തീരാവുന്ന പ്രശ്നമല്ലായിരുന്നു ഉള്ളത്. ഇനി തീർത്താ തീരും തോന്നുന്നില്ല. പക്ഷേ ഈ അടുത്ത് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മാനു ചെയ്തത് തെണ്ടിത്തരാന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ സ്നാപ്പിൽ കുറച്ച് പേഴ്സണൽ ഫോട്ടോസ് എടുത്ത് എൻ്റെ ക്യാമറ റോളിൽ തന്നെ ഞാൻ സേവ് ആക്കി വെക്കാറുണ്ട്. ആ ഫോട്ടോസ് മാനുവിൻ്റെ എൻ്റെ സ്നാപ്പ് ഉണ്ട്. ആ സ്നാപ്പിലെ ഫോട്ടോസ് മാനു ഫസ്മിനാക്ക് അയച്ചു കൊടുത്ത്. ഈ അടുത്ത് വരെ കഴിഞ്ഞ ആഴ്ച ഒന്നും തോന്നുന്നു മാനു എനിക്ക് ആ ഫോട്ടോസ് അയച്ചു തന്നിട്ട് കാണിച്ചു തന്നു. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ഫസ്മിനാക്ക് കിട്ടുമല്ലേ എന്ന് ഞാൻ ചോദിച്ചു. കാരണം വള്ളി പുള്ളി തെറ്റാണ്ട് മാനു ഫസ്മിനാക്ക് എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഫസ്മിന പറഞ്ഞത് സഫാടെ അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, ഞാൻ അത് പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഒരിക്കലും അയച്ചു കൊടുക്കും? അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ. ഇപ്പം ഞാനിപ്പോൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്നോട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇനിയും ഞാൻ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്താൽ എന്താ എൻ്റെ ലൈഫിൽ നടക്കാതെ എനിക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ സ്നേഹിച്ച സമയവും നിങ്ങൾ സന്തോഷിച്ച സമയവും നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത സമയവും ഓർക്കാറില്ലേ? തീർച്ചയായും മിസ് ചെയ്യുന്നുണ്ടോ?
മിസ് ചെയ്യുന്നുണ്ടോ വെച്ചുണ്ട് ചില സമയങ്ങളിൽ. കുഴപ്പമില്ല, ഓക്കെയാണ്. ഇത് രണ്ടുപേരുടെ പ്രായത്തിന്റെ ഒരു പ്രശ്നമാണോ പൊട്ടത്തരമാണെന്ന് തോന്നിയിട്ടുണ്ടോ? പുള്ളിക്ക് 28 വയസ്സായില്ലേ. ഓ, ജീവിതത്തിൽ എന്തോ പഠിച്ചൊരു പാഠം അത് കേൾക്കട്ടെ. ഒരിക്കലും ഒരാളെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യരുത്, അതേ പറയാനുള്ളൂ. പ്രണയിക്കാൻ 100 പേര് കാണും. കെയറിങ് കണ്ട് സ്നേഹിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. കെയറിങ്ങിനല്ലേ പെൺകുട്ടികൾ വീഴുന്നത് അതിലാണ്. അതുകൊണ്ടാ പറഞ്ഞ കെയറിങ് കണ്ട് ഒരിക്കലും ഒരാളെ അക്സെപ്റ്റ് ചെയ്യരുത്, അനുഭവത്തിലൂടെ. അപ്പം വിഷമങ്ങളെല്ലാം മാറ്റുക. ഇതുവരെ സ്നേഹിച്ചവരോടും സഫയെ വിമർശിച്ചവരോടും എന്തോ പറയാനുള്ളത് പറയാം. എന്താ ഇത്രയും ഇതാക്കിയിട്ട് സപ്പോർട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ സ്നേഹം മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം എന്നെ കുറ്റം പറയുന്നവർ സോറി പറഞ്ഞ് വരുന്നുമുണ്ട്. ഇനിയും സത്യങ്ങൾ പുറത്തു വരും. യാദൃശികമായാണല്ലോ ആ ഫസ്മിനാൻ്റെ ഇത്താത്താൻ്റെ ഡയറിയിൽ കാര്യങ്ങൾ കാണുന്നത്. അതെന്തോ നിമിത്തം കൊണ്ടാണ് ആ ഇത്താത്താൻ്റെ ഡയറി മറിക്കാനും അതിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. അപ്പം അതുപോലെ നിമിത്തത്തിൽ ഇനിയും സത്യങ്ങൾ പുറത്തു വരട്ടെ, അത്രേ ഉള്ളൂ. സംഭവിച്ചതും സംഭവിക്കാതിരിക്കുന്നതും നല്ലതിന്. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും. ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? ഇപ്പത്തെ ആഗ്രഹം ബിഗ് ബോസിൽ പോകണമെന്നുണ്ട്. ഇത് പ്രസിക്കുമുണ്ട് കേട്ടോ, ലല്ലു പറഞ്ഞതാ. അത് മുന്നേ ആഗ്രഹം അവള് പ്ലാൻ ചെയ്തതല്ലേ. ഞാൻ അത് ചെറുതായിട്ട് ശ്രദ്ധിച്ചു. അതിന് വേണ്ടി എന്നും കളിക്കും എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെയല്ല, ഇപ്പൊ കുറച്ച് പേര് ഇങ്ങനെ ബിഗ് ബോസിൽ പോക്കൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ആഗ്രഹം കയറിയതാണ് പോണമെന്നുണ്ടെന്ന്. ബിഗ് ബോസിൽ കാണാൻ ഇനിയല്ലേ? കിട്ടുകയാണെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അത്ര നല്ലൊരു പ്ലാറ്റ്ഫോം ആണല്ലോ. എന്തായാലും എല്ലാം സംഭവിക്കട്ടെ. ഈ ചിരി വിടല്ലേ കേട്ടോ. ഒരിക്കലില്ല. അപ്പൊ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാം. കള്ളവില്ല. ഓരോന്നിനും വ്യക്തമായിട്ടുള്ള മറുപടി തന്നു, പറഞ്ഞു. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.